ഫ്രണ്ട്സ്, ഞാനിന്ന് ചപ്പാത്തിക്ക് ഒരു കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. ബീട്രൂട്ട് വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിനൊരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത്, പിന്നെ ഒരു ക്യാരറ്റും കൂടി എടുത്ത് ഇതുപോലെ സ്ക്വയറായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ് ഇത് മൂന്നും ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടതിന് ശേഷം ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇടും കേട്ടോ. ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇച്ചിരി ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച്, പിന്നെ 2-3 ചൊറ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുത്തേക്കുന്നത് കേട്ടോ, എന്നാലും ശരിക്കും വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഇത് വെന്തതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം, അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് കിടക്കില്ല. 2 വിസിൽ വന്നപ്പോഴത്തേക്ക് വെന്തിട്ടുണ്ട്, ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഈ ബീട്രൂട്ട് വേവാൻ ഇച്ചിരി താമസമുണ്ട്. അപ്പോൾ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇനി ഈ കഷ്ണങ്ങളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കും. എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഒരു സവാള ഞാനിതിനെടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് വഴറ്റിയതിന് ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യുന്നത് എന്നെ സപ്പോർട്ട് ചെയ്യണേ, എന്നാലേ എനിക്ക് ഇനി പുതിയ വീഡിയോകൾ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് 2-3 പച്ചമുളക് ഇതുപോലെ കീറിയിട്ടിട്ട് അതും കൂടി ഇട്ട് നന്നായി ഇളക്കി എടുക്കണം. ഇച്ചിരി കരിവേപ്പിലയും കൂടി ഇടണം. നല്ലോണം വഴറ്റിയെടുക്കണം. ഒരിച്ചിരി ഇതിൻ്റെ തക്കാളിയുടെ പച്ചപ്പ് മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നവർ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ വേവിച്ച് വെച്ചേക്കണം ചൂട്ട് അതിനകത്തേക്ക് ഇടണം. ഞാൻ പറഞ്ഞുതരാം, മിക്സിയിലൊന്ന് ആ കഷ്ണങ്ങളൊന്ന് പതുക്കെ ഒന്ന് അടിച്ചെടുക്കണം. ഈ അടിച്ച് വെച്ച കൂട്ടും കൂടി അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം. നല്ല ഭംഗിയില്ലേ ഇതാണ് ബീട്രൂട്ട്. നല്ലൊരു കറിയാട്ടോ, ചപ്പാത്തിക്ക് ഒരു വെറൈറ്റി കറിയാണ്. സാധാരണ ഉരുളക്കിഴങ്ങ് മാത്രം ഇടും, ഇതിപ്പോൾ ബീട്രൂട്ട് ക്യാരറ്റും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിക്കണം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇതിൻ്റെ വെന്ത വെള്ളം ഇച്ചിരി ഇരിപ്പുണ്ട്, അതും കൂടി ഒഴിച്ചിട്ട് ആവശ്യത്തിന് ചപ്പാത്തി കൂട്ടുമ്പോൾ ഇത്തിരി ഗ്രേവി വേണമല്ലോ, തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ടിട്ട് വാങ്ങാം. നല്ലൊരു കറിയാട്ടോ, ഒരു വെറൈറ്റി കറിയാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. ചപ്പാത്തിക്ക് പറ്റിയൊരു കറിയാണ്. ഒരിച്ചിരി വെള്ളത്തിലെടുക്കണം, അല്ലെങ്കിൽ നാറി കഴിയുമ്പോൾ ഇതിങ്ങനെ കുറുകി വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് കറിയാട്ടോ. അത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ കളർ കണ്ടിട്ടാണ് എന്തോ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ കേട്ടോ. അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ.